ഞാൻ എൻട്രിയിലെ ഇൻ്റർവ്യൂ ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. ബെറ്റി മാം ആയിരുന്നു എൻ്റെ മെൻറ്റർ. എങ്ങനെയാണ് ഇൻ്റർവ്യൂ എന്നോ അതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നോ ഒരു യാതൊരു ഐഡിയ എനിക്കുണ്ടായിരുന്നില്ല. അത് വ്യക്തമായിട്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ A to Z കാര്യങ്ങൾ മാം പറഞ്ഞു തരുമായിരുന്നു. എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം, ഒരു HCRT എങ്ങനെ കവർ ചെയ്യണം. അതുപോലെ ഏറ്റവും ഉപകാരപ്രദമായത് ഓഫ്ലൈനായിട്ട് ഒരു ഇൻ്റർവ്യൂ, മോക്ക് ഇൻ്റർവ്യൂ നാസിം സാറിൻ്റെ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു. അത് വളരെയധികം എന്നെ മെയിൻ ഇൻ്റർവ്യൂവിൽ വളരെയധികം ഹെൽപ്പ് ചെയ്തു. ഹായ് ഓൾ, എൻ്റെ പേര് അഞ്ജലി സദാനന്ദൻ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ LPST റാങ്ക് ലിസ്റ്റിൽ 3rd റാങ്ക് ഹോൾഡറാണ്. ഈ നേട്ടത്തിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ PSCയിലേക്ക് കടന്നു വരുന്നത് ഡിഗ്രി പഠിക്കുന്ന കാലഘട്ടം തൊട്ട് PSCക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് ലാസ്റ്റ് ഗ്രേഡ് 7 വേണ്ടിയിട്ടാണ് 2019 നോട്ടിഫിക്കേഷൻ വന്ന് ആ എക്സാമിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്തത്. എൻട്രി ആപ്പ് വെച്ചിട്ടാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. അതിനുശേഷം ആ എക്സാമിൽ എനിക്ക് 600ാമത്തെ റാങ്കാണ് കരസ്ഥമാക്കാൻ സാധിച്ചത്. പിന്നീട് DLEDന് ശേഷം LPUPക്ക് വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. LPUPക്ക് വേണ്ടിയിട്ട് ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ ആയിരുന്നു ഞാൻ ഫോളോ ചെയ്തിരുന്നത്. ആദ്യം തന്നെ സിലബസ് ഡൗൺലോഡ് ചെയ്ത് അതിലുള്ള എൻ്റെ വീക്ക് ഏരിയ, സ്ട്രോങ് ഏരിയ ആദ്യം ഞാൻ കണ്ടെത്തി. അതിൻ്റെ വെയിറ്റേജ്, ഓരോ സബ്ജക്റ്റിനുള്ള വെയിറ്റേജ് ഏതൊക്കെയാണെന്ന് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനനുസരിച്ചാണ് ഞാൻ പഠനം ആരംഭിച്ചത്. ഓരോ വിഷയം അടിസ്ഥാനമാക്കിയിട്ട് മോക്ക് ടെസ്റ്റുകൾ എടുക്കുകയും കൂടുതൽ ഇമ്പ്രൂവ് ആവാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എനിക്ക് സിലബസിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളിയായിട്ട് തോന്നിയത് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സിന് 10 മാർക്ക് ഉണ്ട്. അത് ഒരു വാസ്റ്റ് ഏരിയ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓരോ സബ്ജക്റ്റ് വെച്ച് നോക്കുമ്പോൾ ധാരാളം കറണ്ട് അഫയേഴ്സ് ഉണ്ട്. അത് ഓരോ സബ്ജക്റ്റ് വൈസ് മാത്രം, വാസ്റ്റ് കറണ്ട് അഫയേഴ്സിൽ നിന്ന് സബ്ജക്റ്റ് വൈസ് കറണ്ട് അഫയേഴ്സ് സെലക്ട് ചെയ്ത് പഠിക്കുകയായിരുന്നു ചെയ്യുന്നത്. ഞാൻ എൻട്രിയിലെ ഇൻ്റർവ്യൂ ബാച്ച് സ്റ്റുഡൻ്റ് ആയിരുന്നു. ബെറ്റി മാം ആയിരുന്നു എൻ്റെ മെൻറ്റർ. എങ്ങനെയാണ് ഇൻ്റർവ്യൂ എന്നോ അതിനെങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നോ ഒരു യാതൊരു ഐഡിയ എനിക്കുണ്ടായിരുന്നില്ല. അത് വ്യക്തമായിട്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിൽ A to Z കാര്യങ്ങൾ മാം പറഞ്ഞു തരുമായിരുന്നു. എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം, ഒരു HCRT എങ്ങനെ കവർ ചെയ്യണം. അതുപോലെ ഏറ്റവും ഉപകാരപ്രദമായത് ഓഫ്ലൈനായിട്ട് ഒരു ഇൻ്റർവ്യൂ, മോക്ക് ഇൻ്റർവ്യൂ നാസിം സാറിൻ്റെ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചു. അത് വളരെയധികം എന്നെ മെയിൻ ഇൻ്റർവ്യൂവിൽ വളരെയധികം ഹെൽപ്പ് ചെയ്തു. എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾ, ആ മോക്ക് ഇൻ്റർവ്യൂവിൽ എനിക്ക് ചോദിച്ച പല ചോദ്യങ്ങളും മെയിൻ ഇൻ്റർവ്യൂവിൽ ഉണ്ടായിരുന്നു. ജിയോളജി ബേസ്ഡ് എങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക എന്നുള്ളത് അവർ പ്രെഡിക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം അതേപോലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് മെയിൻ ഇൻ്റർവ്യൂവിൽ എനിക്ക് ചോദിച്ചത്. വളരെ കോൺഫിഡൻസോട് കൂടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് ആ ഒരു സെഷൻ എനിക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാൻ PSC പഠനം തുടങ്ങുന്നത് മുതൽ തന്നെ എൻ്റെ ക്ലാസ്സുകൾ യൂട്യൂബിൽ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പ്രദീപ് സാറിൻ്റെ മോട്ടിവേഷനും അതുപോലെ തന്നെ സുജേഷ് സാറിൻ്റെ ബ്ലൂ പ്രിൻ്റും ഒക്കെ അത്രയധികം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി സാർമാരുടെ ക്ലാസ്സുകളൊക്കെ ആയാലും യൂട്യൂബിൽ മാരത്തോൺ ആയാലും എല്ലാം എനിക്ക് ഫോളോ ചെയ്യാനായിട്ട് സാധിച്ചു. അത് വളരെയധികം എക്സാമിന് ഹെൽപ്ഫുള്ളും ആയിരുന്നു. LPUP പരീക്ഷ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാം അല്ല എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. കേട്ടറ്റ് പാസ്സായി, DLED പാസ്സായതിനു ശേഷം കേട്ടറ്റ് 1 ക്വാളിഫൈ ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാത്രമേ നമുക്ക് ഈ LPUP പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ബാക്കിയുള്ള PSC പരീക്ഷയെ അപേക്ഷിച്ച് കോമ്പറ്റീഷൻ താരതമ്യേന കുറവാണ്. എങ്കിലും നമ്മൾ ഈ കോമ്പറ്റ് ചെയ്യുന്ന കുട്ടികൾ എന്ന് പറയുന്നത് നമ്മുടെ ഒപ്പം തന്നെ ഈക്വൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള കുട്ടികളാണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. പഠിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം തന്നെ സിലബസിനെ കുറിച്ച് ഒരു വ്യക്തമായ ധാരണ നമുക്ക് ആദ്യം തന്നെ ഉണ്ടാകണം. സിലബസ് ഒരു ഹാർഡ് കോപ്പി പ്രിന്റ് എടുത്ത് നമുക്ക് അറിയാവുന്ന മേഖലകളും അറിയാത്ത മേഖലകളും ആദ്യം തരം തിരിച്ച് മാറ്റുക. അതിനുശേഷം ഒരു മോക്ക് ടെസ്റ്റ് നമ്മൾ ഏതെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ടൈം വെച്ച് തന്നെ നമ്മൾ ഒരു എക്സാം എഴുതി നോക്കുക. അപ്പോൾ നമുക്ക് ഏത് ഏരിയയാണ് നമുക്ക് ഇനി ഇമ്പ്രൂവ് ആക്കാനുള്ളത്, ഏത് ഏരിയയിലാണ് ഞാൻ സ്ട്രോങ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവും. അത് വെച്ച് സ്റ്റഡി പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. നമുക്കറിയാം സൈക്കോളജിക്ക് 20 മാർക്ക് വരുന്നുണ്ട്. ആ സൈക്കോളജി നമ്മൾ ഓൾറെഡി DLEDൽ പഠിച്ച സൈക്കോളജിയാണ് നമുക്ക് എക്സാമിനുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ ആ വിഷയങ്ങൾ നമുക്ക് കൂടുതൽ സ്ട്രോങ് ആയിരിക്കും. അത് 27 മാർക്കിന് സയൻസ് ചോദിക്കുന്നുണ്ട്, 15 മാർക്ക് മാത്സിലും വരുന്നുണ്ട്. അപ്പോൾ അത്ര തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം കട്ട് ഓഫിനേക്കാൾ കൂടുതൽ മാർക്ക്, ഇപ്പോൾ ഈ പ്രാവശ്യം വന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ 42 മാർക്സ് ആണ്. ആ മാർക്സ് കൂട്ടിയാൽ തന്നെ നമുക്ക് ഏകദേശം കട്ട് ഓഫിൻ്റെ മാർക്കായി. ബാക്കി വിഷയങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യാനോ ഒരാൾ ബാക്കിൽ ഉണ്ടാവണം എന്നുള്ളത് ഒരു നിർബന്ധമുള്ള കാര്യമല്ല. നമുക്ക് സ്വയം തോന്നാം നമുക്ക് ഈ ജോലി വേണം, ഇത് നമ്മുടെ ആവശ്യമാണ്. കാരണം നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ജോലി എന്നുള്ളത് പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ച് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും കൃത്യമായും ഫോക്കസ് ആയിട്ട് ഈ
LP UP വേണ്ടി ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. DLED കഴിഞ്ഞ് 8 മാസം കൊണ്ടാണ് ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചത്. ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമാണ് പഠനം ഞാൻ ആരംഭിച്ചത്. ആ ചുരുങ്ങിയ കാലയളവിൽ കൂടെ തന്നെ കാലയളവിൽ തന്നെ നമുക്ക് ഈ സിലബസ് കവർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ DLED പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനോട് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ കേട്ടറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും. അതിനോടൊപ്പം തന്നെ ഈ LP UP വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തോട് തുടങ്ങാം. അപ്പോൾ നമുക്ക് എക്സാം വരുമ്പോൾ നമുക്ക് ഓവർ ടെൻഷനോ റഷോ ഒന്നും ആവശ്യമില്ല. ഇപ്പോഴേ പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ അടുത്ത LP UP വരുമ്പോൾ നിങ്ങൾക്കും നല്ലൊരു റാങ്ക് കരസ്ഥമാക്കാനായിട്ട് സാധിക്കും. ഒരു ഗവൺമെൻറ് ജോലിയുടെ തന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് ജോബ് സെക്യൂരിറ്റി. അതിൽ തന്നെ ഏറ്റവും മഹത്തായെന്ന് ഞാൻ കരുതുന്ന ഒരു ജോലിയാണ് അധ്യാപനം. അധ്യാപനം തരുന്ന ഒരു സംതൃപ്തി മറ്റൊരു ജോലിക്ക് തരാൻ കഴിയുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. കുട്ടികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സ്നേഹം, വാത്സല്യം, അതുപോലെ സമൂഹത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആദരവ്, ഇതെല്ലാമാണ് മറ്റുള്ള ജോലികളിൽ നിന്ന് അധ്യാപനത്തെ വ്യത്യസ്തമാക്കുന്നത്. അടുത്ത LP UP പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്കുള്ള പഠനം ഇന്ന് തന്നെ ആരംഭിക്കുക. എല്ലാവർക്കും നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്രയും വേഗം എത്താൻ സാധിക്കട്ടെ. എല്ലാവരും പഠിക്കുക, മുന്നേറുക. ഓൾ ദി ബെസ്റ്റ്.